എല്ലാവർക്കും സലി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മൂന്നാമത്തെ ഗിവ് അവേ ആണ് ഇന്ന്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു നോക്കണം കേട്ടോ. ചിലപ്പോൾ അടുത്ത ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ നിന്നാവാം വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ ഈ റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പം ഞാൻ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിയും ഒരു 15 കാശ്മീരി ചില്ലി മുളകും 4 ഏലക്കായും ചെറിയ 3 പീസ് പട്ടയും വെറും 2 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ 2 മാത്രം മതി കേട്ടോ. അപ്പം ഇത് ഇത്രയും നമുക്ക് ഈ ചൂടായ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരുമിച്ചിട്ടിട്ട് തന്നെ അങ്ങ് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇത് വറുത്തിട്ട് പൊടിച്ചെടുക്കുന്ന ഇത്രയും മസാലയും ഞാൻ ചിക്കന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതെന്താ അറിയോ, ഈ മുളക് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും നമുക്കിത് വറുത്തെടുക്കാൻ കുറച്ച് താമസം വരും. ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് സിസർ കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കും. കാശ്മീരി ചില്ലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയാവോ, അതാവുമ്പോൾ കളറും കിട്ടും. പിന്നെന്താണ് പറയും, കളറും കിട്ടും. ഞാൻ എത്രയോ തവണ പഠിപ്പിച്ചിട്ടുണ്ട്. എരിവും കുറവായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നല്ല കൊഴുപ്പും കിട്ടും. നല്ല കാശ്മീരി ചില്ലി ആയിരിക്കണം. കാശ്മീരി ചില്ലി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമുക്ക് കിട്ടണത് കാശ്മീരിയിൽ നിന്നൊന്നും വരുന്ന കാര്യങ്ങളൊന്നുമല്ല. കണ്ടില്ലേ, ഇതൊന്നും വലിയ കളറില്ലാത്ത മുളകാണ് ഇപ്പോൾ കിട്ടുന്നത്. ഞാനൊരു 6 മാസം കഴിയുമ്പോൾ നല്ല ഷെഫാവും. എൻ്റെ വ്യൂവേഴ്സൊക്കെ കുറേ പേര് നന്നായിട്ട് ഇപ്പോൾ കുക്ക് ചെയ്യുമല്ലോ അല്ലേ, തുടക്കക്കാരൊക്കെ. കണ്ടോ, കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ പറ്റും. തീ കുറച്ചിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ, അല്ലാതെ തീ കൂട്ടി ജോലി എളുപ്പമാക്കാമെന്ന് വിചാരിച്ച് കളയരുത്. ഇവിടെ ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട്, അതായത് മൂത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ കോണ്ടസ്റ്റിലേക്ക് പലരും എനിക്ക് കമൻറ്റ് ചെയ്ത് കോപ്പി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ അതിൻ്റെ ഉത്തരം കറക്റ്റാക്കി എഴുതാൻ ശ്രമിക്കണം, അല്ലാതെ കോപ്പി ചെയ്യരുത്. കാരണം ഒരാൾ തെറ്റ് എഴുതുന്നതനുസരിച്ച് താഴേക്ക് വരുന്ന ആൻസേഴ്സ് ഒക്കെ തെറ്റുന്നുണ്ട്. കാരണം അത് കണ്ടിട്ട് എഴുതുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് നിൽക്കാതെ നിങ്ങൾ ആ വീഡിയോ കണ്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. നല്ലൊരു അവസരം നിങ്ങൾ കളയരുത് കേട്ടോ. ചിലവരെ ഞാൻ കണ്ടു, അതിനകത്ത് ഒത്തിരി ആൾക്കാർ അതിനിടയ്ക്ക് സ്പേസ് വിടുന്നില്ല. അപ്പൊ നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് അതിന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ 2-3 വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അവര് ഇപ്പോൾ ഒരു കോഡ് ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം പേരെഴുതാനെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത് കമ്പ്യൂട്ടറാണ് സെലക്ട് ചെയ്യുന്നത്, നമ്മളല്ല. അപ്പോൾ കമ്പ്യൂട്ടർ അതിനകത്ത് നമ്മളൊരു ആൻസർ കൊടുത്തു കഴിയുമ്പം അതുള്ളവരെ മാത്രമേ അത് പിക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല അവസരം നിങ്ങൾ കളയരുത്. അപ്പം ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ കണ്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ഈ മസാലക്കൂട്ട് ഇവിടെ മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കും. ഈ മസാലക്കൂട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിത് പൊടിക്കേണ്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. നല്ല മണം സമി. അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പൊടിച്ചെടുത്തില്ലേ, അതുകൊണ്ടാണ്. മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി അടച്ച് ഇതുപോലെ തന്നെ മാറ്റി വെക്കാം. ഇപ്പം നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു കോഴി ഇല്ലല്ലോ സമി. ഇത് കഴിഞ്ഞ പ്രാവശ്യം കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി ചിക്കനാണ്. അതാണ് ഞാൻ പറഞ്ഞത് 1 കിലോ ചിക്കനേ ഉള്ളൂ എന്ന്. ഇതിപ്പോൾ 1 കിലോയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു കുഞ്ഞുരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ. അപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ആ ഉലുവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇവിടെ പൊട്ടി വരുന്നുണ്ട്. അപ്പം ഈ സമയം ഞാനിവിടെ ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ചെറിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സവാള ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. ഇതുണ്ടാക്കാൻ ഇതുപോലെ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണമാണ് നല്ലത് കേട്ടോ. കരിവേപ്പില ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്തുള്ള വിലയേക്കാൾ ഇപ്പം ഉള്ളിയുടെ വില കുറഞ്ഞു. അതുകൊണ്ടായിരിക്കും നീ 2 എടുത്തത് ആണോ? ഇല്ല, അതിന് അത്രയും മതി. ഇതിനാവുമ്പം 2 സവാള എന്തായാലും വേണം. ഞാൻ വിചാരിച്ചു വില കുറഞ്ഞതുകൊണ്ട് 2 ഇട്ടായിരിക്കും. അല്ലേ,
ഇത് ഇതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കും. ഇത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴലണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. ശരിക്കും ഈ ഒരു ഡ്രൈ ഫ്രൈക്ക് നമുക്ക് ഈ വഴറ്റിയെടുക്കുന്നതിനാണ് സമയം പോകുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ചിക്കനും കൂടിയുള്ള ഉപ്പാണ് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത്. ആ മഞ്ഞളിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ മഞ്ഞളിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചുവട് കട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കൻ ഇതുപോലെ ഇളക്കിയെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇനി ഒരു അടപ്പ് കൊണ്ട് ഇത് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് വേവിക്കണം. ഇതിനിടയിൽ അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനിടയിൽ ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിലേക്ക് ചാറ് വന്നിട്ടുണ്ട്. അത് ഈ ചിക്കനിൽ നിന്നും സവോളയിൽ നിന്നൊക്കെ ഊറി വന്ന ചാറാണ്. ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അടുക്കി പിടിക്കും, എല്ലായിടത്തും കറക്റ്റായിട്ട് വേവ് കിട്ടത്തുമില്ല. ഇനി എന്താണ് ചെയ്യണമെന്നറിയാവോ, നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ഈ മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പോഴാണ് കളർ വരുന്നത്. ഞാൻ വിചാരിച്ചത് ഈ പച്ച കളർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇളക്കി നമ്മളിത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. ഈ മസാലയിൽ നമ്മൾ ഒരു സാധനം ചേർത്തിട്ടില്ല. എന്താണെന്നറിയാവോ, പെരിഞ്ജീരകം. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഓരോ ചിക്കനും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? എളുപ്പമായിരിക്കണം, ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കണം. ഒരു കറി കഴിക്കുന്നത് മാതിരി ആയിരിക്കരുത്, അല്ലെങ്കിൽ ഒരു ഫ്രൈ കഴിക്കുന്നത് പോലെ ആയിരിക്കരുത് അടുത്ത ഫ്രൈ. എല്ലാത്തിനും വ്യത്യസ്തത വേണ്ടേ. അപ്പം നമ്മളുടെ കറിവേപ്പില ചിക്കൻ നിങ്ങൾ എല്ലാവരും കണ്ടോ? അപ്പം അതിൽ നിന്നാണ് ഇന്നത്തെ നമ്മളുടെ കോഡ്. അതിൽ ഞാൻ 1-2 സ്ഥലത്ത് പച്ചമുളക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ എത്ര പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ കമൻറ്റ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്താണെന്ന് അറിയാവോ? Code 1 സ്പേസ് Code 2 സ്പേസ് പിന്നെ ഇന്നിപ്പം ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം സ്പേസ് നിങ്ങളുടെ പേര്. മനസ്സിലായല്ലോ? അതാണ് ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. റെഡിയായി. ഇതിൻ്റെ കൂടെ എന്താണ് കഴിക്കുന്നത്? ദോശ. എരിവ് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ. ചെറിയൊരു നമ്മളുടെ ഡ്രൈ ഫ്രൈ ആണ് ഇത്. അധികം ഓയിലില്ലാത്ത ഡ്രൈ ഫ്രൈ. ഞാനൊന്ന് ടേസ്റ്റ് ചോദിക്കട്ടെ. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വേറിട്ട ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ. നമ്മുടെ ദോശ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. നെയ് റോസ്റ്റ് അപ്പോഴും നല്ല ക്രിസ്പി ദോശയാണ്. ഭാഷ പറഞ്ഞ റിങ്ങിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, മാല പോലെ വരും. പടക്കം പൊട്ടിക്കുന്നപ്പുറം അത് ക്രിസ്മസ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മളുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. കറക്റ്റ് മസാലയൊക്കെ വന്ന് നല്ല ഒരു മണമാണ് കേട്ടോ. കിട്ടത്തില്ല, പക്ഷെ അല്ല ടേസ്റ്റ് പിന്നെ കിട്ടുമോ? അപ്പൊ നല്ല ടേസ്റ്റുമാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം പോരാ. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇപ്പൊ ആരും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയെ കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം മാത്രമേ കിട്ടുന്നുള്ളൂ. പ്ലീസ് നിങ്ങൾ എന്റെ റെസിപ്പീസിനെ കുറിച്ചുള്ള അടുത്ത കമന്റ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ.
മറന്നു വരുതേ. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കാണും. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മിക്കവാറും ഇതിൽ നിന്ന് തന്നെ ആയിരിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളുടെ ഗിവ് എവേയുടെ സ്പോൺസേഴ്സ് ഇവരൊക്കെയാണ്.